guys, welcome back to my channel. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് അതിനെപ്പറ്റി ഇങ്ങനെ ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയില്ല. സംഭവം എന്താണെന്ന് എനിക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതേപോലെ പീരിയഡ് കെയർ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, കാരണം എല്ലാവരും യൂസ് ചെയ്യുന്നതിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞാനും പീരീഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഞാൻ പേഴ്സണലി ഒരു 3 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കേട്ടോ ഞാനിവിടെ സംസാരിക്കുന്നത്. എൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇതുള്ള ഒരു സംഭവമാണ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പീരീഡ്സ് ആവാന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. ബിക്കോസ് എനിക്ക് പീരീഡ്സിന് ഒരു 2 weeks മുമ്പ് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങും. പിന്നെ ഞാനൊരു റെഗുലർ ആയിട്ട് പീരീഡ് ആവുന്ന ഒരു പേഴ്സൺ അല്ല, നല്ല ഇറഗുലർ ആണ്. ചിലപ്പോൾ എനിക്ക് 1 month 2 month ഒക്കെ വൈകാറുണ്ട്. അങ്ങനെ പല ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഞാൻ. ആളാണെങ്കിൽ തന്നെ അവിടെ നല്ല ഇഷ്യൂ ആയിരിക്കും. എന്തായാലും ഒരു അടിക്കുള്ള സാധ്യത ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ക്രേവിങ്സ് കുറച്ച് കൂടി, എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും ആ ടൈമിൽ. ഭയങ്കരമായിട്ട് ഗ്യാസ് ഫില്ലാവും വയറിൽ. പിന്നെ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു പീരീഡ് ടൈമിൽ നമുക്ക് വയറ്റിൽ നന്നായിട്ട് ഗ്യാസ് ഫില്ലാവും. പിന്നെ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ടൈമിൽ വയറുവേദന, അത് ഭയങ്കര ഇഷ്യൂ ആണ്. എനിക്ക് കൂടുതലും വയറ് വേദനിക്കുക നൈറ്റ് ടൈമിലായിരിക്കും. കിടന്നുറങ്ങുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ പോലെ ഒരു 4 മണിയൊക്കെ ആവും പീരീഡ്സ് ടൈമിൽ ഉറങ്ങാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ച ടൈമിൽ ഞാൻ നല്ല ഉറക്കമായിരിക്കും പീരീഡ്സ് ആയി കഴിഞ്ഞാൽ. പിന്നെ പൊതുവേ ഞാൻ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ മാക്സിമം ആരോടും മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. കാരണം എന്താണ് എൻ്റെ ഒരു സ്വഭാവത്തിൽ ദേഷ്യം കൊണ്ട് ഞാൻ പലതും പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നടക്കാനാണ് ശ്രദ്ധിക്കാറ് കൂടുതലും കേട്ടോ. പിന്നെ എനിക്ക് പീരീഡ്സിന് മെയിനായിട്ട് അത്രയൊക്കെ തന്നെ എനിക്ക് പീരീഡ്സിൻ്റെ ഒരു കേസിൽ എനിക്ക് പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പീരീഡ്സ് ഈ ബ്ലീഡിങ് ഉള്ള ടൈമിൽ നമ്മൾ നോർമലി പാഡാണ് കുറേ നാളുകളായിട്ട് എല്ലാവരും യൂസ് ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് ഈ വിസ്പർ അതുപോലെ തന്നെ ഒരുപാട് പാഡ് ഉണ്ട്. എനിക്ക് കമ്പനിയുടെ പേരൊന്നും ഓർമ്മയില്ല, ഒരുപാട് പാഡുകളുണ്ട്. അത് യൂസ് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര, ഞാൻ ഒരിക്കലും മേടിച്ച് വരെ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് യൂസ് ചെയ്യാനുള്ള പേടി കൊണ്ട് ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അത് നാട്ടിലിരിക്കുകയാണ്, ഞാൻ മേടിച്ചൊക്കെ വെച്ച് സംഭവിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് യൂസ് ചെയ്യാൻ. എനിക്ക് മാത്രമല്ല, എൻ്റെ നാത്തൂരും ഭയങ്കര ആഗ്രഹം, എൻ്റെ ചേട്ടൻ്റെ വൈഫിനും ഭയങ്കര ആഗ്രഹം അത് യൂസ് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് പേടിയാണ് ഇട്ടത്. ഞങ്ങൾ എപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കും, പക്ഷെ ഭയങ്കര പേടിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് യൂസ് ചെയ്ത് നോക്ക്, പിന്നെ നമ്മൾ ഒരിക്കലും അതിന് വേറെ ഒന്നിലേക്ക് സ്വിച്ച് ചെയ്യില്ല, അത്ര അടിപൊളിയാണെന്ന്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര പേടിയാണ് കേട്ടത്. അങ്ങനെ എനിക്ക് നോർമൽ പാഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. എനിക്ക് ആ ഒരു ബിക്കിനി ഏരിയ പൊട്ടാൻ തുടങ്ങും പീരീഡ്സ് ടൈമിൽ കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് എന്നിട്ട് അമ്മ ഉപ്പിട്ട് വെള്ളമൊക്കെ ആക്കിത്തരും. ഞാൻ അങ്ങനെ വാഷ് ചെയ്യും കുളിക്കുന്ന ടൈമിൽ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ആയിരിക്കും ആ ഒരു ടൈമിൽ ഉണ്ടാവുക. പിന്നെ ഞാൻ ഫൈനലി എവിടെയോ ഞാനൊരു വീഡിയോ കണ്ടതാണ്, കോട്ടൺ പാഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോട്ടൺ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷബിൾ റീയൂസബിൾ പാഡ് കേട്ടോ. അത് നമുക്ക് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഈസി ടു യൂസ് ആണെന്നൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ആ പാഡ് വാങ്ങി കഴിഞ്ഞാൽ ഒരുപാട് നാൾ, ഏകദേശം ഒരു 2 years ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഈ ഒരു വിസ്പർ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി വാങ്ങാൻ വേണ്ടിയിട്ട് എപ്പോഴും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, സെയിം ലൈക്ക് മെൻസ്ട്രൽ കപ്പ് പോലെ തന്നെയാണ്. മെൻസ്ട്രൽ കപ്പ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളെ, ഓൾമോസ്റ്റ് 5 years ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സെയിം ലൈക്ക് ദാറ്റ് അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ. അത് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ചൂടുവെള്ളം തിളപ്പിക്കണം. സെയിം ലൈക്ക് ദാറ്റ് ഇതും നമ്മൾ വാഷ് ചെയ്യാനൊക്കെ കുറച്ച് പണിയുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഈ വിസ്പറൊക്കെ യൂസ് ചെയ്യും പിച്ചിങ് തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലി പണ്ടത്തെ ആൾക്കാരൊക്കെ, ഈവൻ എൻ്റെ അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ നമ്മുടെ കോട്ടൺ തുണിയില്ലേ, പഴയ ലുങ്കി നൈറ്റിയുടെ തുണിയൊക്കെ, ഞാൻ അതൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇച്ചിങ്, അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അലർജി ആയതുകൊണ്ടാണ് ഇച്ചിങ് ആവുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് ഡാർക്കനാവും ബിക്കിനി ഏരിയയിലൊക്കെ. അപ്പം നോർമലി ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ട് ക്ലോസ് ചെയ്തു ഇത്. അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് എനിക്ക് ഏതോ ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോയിലാണ് കാണുന്നത് 3 years ബാക്ക് കേട്ടോ. അങ്ങനെ ഞാൻ ഫൈനലി ഇതേ കോട്ടൺ പാഡ് ഞാൻ മേടിച്ചു. നമുക്ക് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫൈനലി ഞാൻ കോട്ടൺ പാഡ് മേടിച്ചു. ഇത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ പുതിയത് മേടിച്ചാണ്. ഞാൻ ഏകദേശം 2 years ആയിട്ട് സെയിം പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോർമലി നമ്മുടെ ഇന്നറിൽ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 24 hours നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ.
എത്ര വേണമെങ്കിലും ഇതിൽ അബ്സോർബ് ആയിക്കോളും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും ഓഫീസ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 അവർ കൂടുമ്പോൾ, ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം ആ ടൈമിലാണ് ഞാൻ ആദ്യം ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 2 അവർ കൂടുമ്പോൾ ഈ വിസ്പർ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സിലായോ നോക്കണം. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങൾ ഇത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമല്ല, പല കളറിലും അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ പല കളറിന്റെ പാഡും ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളർ ഞാനൊരു സെറ്റ് ഇപ്പം മേടിച്ചതാണ് ഇങ്ങോട്ട് വരാൻ നേരത്ത്. നമ്മൾ നോർമലി ബ്ലാക്ക് കളേഴ്സ് ഇന്നർവ്യൂസ് ഒന്ന് യൂസ് ചെയ്തെന്ന് പറയും, കാരണം ചൂട് കൊണ്ട് അതിങ്ങനെ ഇതാവുന്നത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ്, ഇത് പുതിയതാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു ഐറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിത് വാഷ് ചെയ്യുന്ന കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് അറിയില്ല ഞാൻ ഓർഡറിലാണോ പറയുന്നത് എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്, അതിന്റെ നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് വാഷ് ചെയ്യാൻ ഞാൻ എങ്ങനെ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഞാൻ ഇങ്ങോട്ട് മാറിയതിന് ശേഷം, അതായത് ഞാൻ ഹസ്ബൻഡ് കൂടെ ക്യാനിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം എനിക്കിത് ഇപ്പോൾ പീരീഡ്സ് ഇപ്പോൾ കഴിഞ്ഞാണ്, എനിക്കിത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നി. പിന്നെ ഞാൻ അതിന്റെ ട്രിക്ക് സെറ്റാക്കി എടുത്ത് ഞാൻ വാഷ് ചെയ്തു കേട്ടോ. ഈ നാട്ടിലൊക്കെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുളിക്കുന്ന ടൈമിൽ കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ബ്ലഡ് നമ്മൾ ബാത്റൂമിൽ തന്നെ പൈപ്പ് തന്നു വിടുക. എന്നിട്ട് ഇതിന്റെ ബ്ലഡ് ഫുള്ള് ഒലിച്ച് പൊക്കോളും ബാത്റൂം ഒന്ന് കഴുകണം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും ബാത്റൂം കഴുകുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതിൽ ബ്ലഡ് ഫുള്ള് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് അലക്കുന്ന കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലിട്ട് അലക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്മെല്ലുള്ള ഷാമ്പുവോ അല്ലെങ്കിൽ കംഫർട്ട് അങ്ങനെ എന്തെങ്കിലും കുറച്ച് കലക്കിയിട്ട് അതിനകത്ത് മുക്കി വെക്കുക. ഒരു 5 to 10 minutes കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ സംഭവം നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഒരു തരത്തിലുള്ള സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ തന്നെ സെയിം ലൈക്ക് ദാറ്റ് ഞാൻ ഇവിടെ വന്നപ്പോഴും ബ്ലഡ് കളയാൻ കുറച്ചാദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ബക്കറ്റൊക്കെ മേടിച്ച് അതിലിട്ട് വെച്ച്, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒഴിച്ച് കളയാനൊന്നും പറ്റില്ല. ബാത്ത് ടപ്പിലാണ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ തന്നെ എനിക്ക് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ബക്കറ്റ് മേടിച്ച് അതിനകത്ത് ഇട്ടാക്കി, അങ്ങനെ ഞാൻ ആ ഡ്രെയിനേജിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ വെള്ളം ഒഴിച്ച് കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത്. എന്നിട്ട് അതേപോലെ തന്നെ ഞാനൊരു 1 day ഫുള്ള്, നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഞാൻ പുറത്ത് കല്ലിലൊക്കെ ഇട്ട് വരച്ച് കുറെ നേരമൊക്കെ വെയിലത്തിട്ട്, ഇവിടെ വെയിലത്ത് നമുക്ക് ഇത് ഇടാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മൾ വൈകിട്ട് നമ്മൾ ഫ്രഷ് ആവുമല്ലോ, വൈകിട്ട് ഫ്രഷ് ആവുന്ന ടൈമിൽ നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലുള്ള ഷാമ്പുവോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് ഈ സംഭവം നമ്മൾ അതിനകത്ത് ഇട്ട് വെക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ കഴുകിയെടുക്കുക. അപ്പൊ നല്ല നീറ്റായിട്ട് സ്മെല്ലൊക്കെ പോകും. അപ്പൊ എനിക്കൊരു ഡ്രയർ ആണ് ഓപ്ഷൻ. ഞാൻ അങ്ങനെ ഡ്രയറിലിട്ട് ഇത് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഞാനിത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാത്തവർ എന്തായാലും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇത് കോട്ടൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല കോട്ടൺ ആണ് കേട്ടോ. ബാക്കിലൊരു സാറ്റിൻ അല്ല, വേറെ എന്തോ ഒരു ടൈപ്പ് തുണിയാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല, ജോർജറ്റ് ആണോ, സാറ്റിൻ ടൈപ്പ് ഓഫ് കോട്ടൺ ആണ് വരുന്നത്. ഫുള്ള് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഞാൻ പീരീഡ്സ് ടൈമിൽ ഡെയിലി ഞാൻ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റിൽ അതൊരു നല്ലൊരു പ്രോസസ്സ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇച്ചിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എപ്പോഴും അവിടെ ഒരു ഫ്രഷ് ആയിട്ടിരിക്കും. പീരീഡ്സ് ടൈമിൽ ആ ഒരു 7 days ഞാൻ എന്തായാലും ചെയ്യുന്ന ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ പീരീഡ്സ് ടൈമിൽ എനിക്ക് നല്ല സഹിക്കാൻ പറ്റാത്ത വയറുവേദനയൊക്കെ ആണെങ്കിൽ നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് ഞാൻ കുടിക്കും. പിന്നെ എനിക്ക് പീരീഡ്സ് ടൈമിൽ മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഐസ്ക്രീം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് എന്തായാലും അതെനിക്ക് കുറച്ച് നാളായിരുന്നു കേട്ടോ ആ ഒരു ശീലം എനിക്ക് തുടങ്ങിയിട്ട്. പീരീഡ്സ് ടൈം ആയി കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഐസ്ക്രീം വേണം. എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ആ ഒരു ടൈമിൽ എനിക്ക് ഐസ്ക്രീം. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പീരീഡ്സ് ടൈമിലെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ വേറൊരു കാര്യം, ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് പല സൈസിലുള്ളത് കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു സ്മോൾ സൈസ് ആണ്. സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട്. ഒരു പാക്കിൽ ഇതെല്ലാം ആയിട്ടുള്ളത് ഉണ്ടാവും. ഞാൻ ഒരുപാട് ദൂരെയൊക്കെ പോവാണ്, വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചെറുതെ വെക്കാറ്. ഒരുപാട് ദൂരെയൊക്കെ പോകുമ്പോൾ ഞാൻ എക്സസൈസ് ഒക്കെ വെക്കും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഇന്നറിന് പുറത്ത് പോകുന്ന ടൈപ്പ് ഒന്നല്ല, കുറച്ചും കൂടെ നീട്ടം ഉണ്ടാവും രണ്ട് സൈഡിലേക്ക്, കുറച്ചും കൂടെ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കും. ഇതിന് നീറ്റായിട്ട് ഇരിക്കില്ല എന്നല്ല പറഞ്ഞത്, അതിൽ കുറച്ചും കൂടെ അബ്സോർബ് ആവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഉള്ള പല സൈസ് ഉണ്ട്. ഒരു പാക്കറ്റിൽ ഈ പല സൈസിന്റെ ഉണ്ട്. അതെല്ലാം നമുക്ക് സ്മോൾ സൈസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ സ്മോൾ സൈസ് മാത്രമുള്ള പാക്കേജ് ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. ഇതെനിക്ക് 500 below ഒക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 280 or 270 rupees എന്തോ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ഞാൻ മേടിക്കുന്നതിൽ അതിൽ 5 എണ്ണം ഉണ്ട്. ഓക്കെ, 5 ഇങ്ങനത്തെ പാഡ് 5 എണ്ണം അതിനകത്തുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ മേടിച്ചതിന് ഇത്തിരി റേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 420 or 480 or 500 rupees എന്താ അടുത്തായിട്ടുണ്ടായിരുന്നു. അതിലും ഇതുപോലെ 5 എണ്ണം 6 എണ്ണം എന്തോണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ് ഞാൻ മേടിച്ചത്. അങ്ങനെ ഇതെന്റെ സെക്കൻഡ് പർച്ചേസ് ആണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഞാൻ വേറെ ഒന്നും മേടിച്ചിട്ടില്ല. ഒരു കഴിഞ്ഞ 2 years ആയിട്ട് സെയിം ഐറ്റം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു എക്സ്ട്രാ ഇരുന്നോട്ടെ, ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ, ഒരു പാക്കറ്റ്. അപ്പൊ ഇത് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വിനയ
എന്ന് തന്നെയാണ്, വിനയ ഷബിൻ അടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് പ്രൊഫൈലിൽ കിടപ്പുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പീരീഡ്സ്, നിങ്ങളുടെ അവസ്ഥ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഞാൻ 8th പഠിക്കുമ്പോഴായിട്ട് എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത്. നിങ്ങൾക്ക് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പീരീഡ്സ് ആയത്? അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.